ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു ഹാപ്പിനെസ് പറയാൻ വേണ്ടിയിട്ടാണ് ഗെയ്സ് ഞാൻ വന്നിരിക്കുന്നത്. അതേ, നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിരിക്കുന്നു. ഇപ്പോൾ ഓൾറെഡി ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷമായെങ്കിലും ഈ 1 വർഷമായിട്ടാണ് കേട്ടോ നമ്മൾ കണ്ടിന്യൂസ്ലി ലൈവും വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ട്. അതുകൊണ്ട് നമ്മൾ 1 വർഷം ഒന്ന് കൂട്ടാം. 1 വർഷം കൊണ്ട് തന്നെ നമ്മൾ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്ര പെട്ടെന്ന് ഈ വീഡിയോ ഇടുന്നത്. ഇന്നാണ് നമ്മൾ മോണിറ്റൈസേഷൻ ആയത്, ഇന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. സാധാരണ എല്ലാവരും ആദ്യത്തെ പൈസയൊക്കെ കിട്ടിയിട്ടാണ് വീഡിയോ എടുക്കാറ്. പക്ഷേ എനിക്ക് തോന്നി ആദ്യമേ എൻ്റെ സന്തോഷവിശേഷം നിങ്ങളെ അങ്ങ് അറിയിച്ചേക്കാന്ന്. അതുകൊണ്ടാണ് കേട്ടോ സ്ഥലവും സന്ദർഭവും നോക്കാതെ തന്നെ വീഡിയോ പെട്ടെന്ന് അങ്ങ് എടുത്തത്. അപ്പോൾ എന്താ പറയുക, എല്ലാവരോടും നന്ദി. അത് മാത്രമാണ് കേട്ടോ പറയാറ്. കുറേ പേരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലോങ് വീഡിയോസും ഷോർട്സിനകത്തൊന്നും വലിയ വ്യൂസ് ഇല്ലെങ്കിലും നമ്മുടെ ലൈവ് ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ്, 2 വർഷം മുമ്പ് ഏപ്രിൽ മാസത്തിലാണ് ഞാൻ ചാനലിനകത്ത് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത്. ചാനൽ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായി. ഞാൻ ഓൾറെഡി ചാനൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഒരു വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട്. അപ്പം കുറേ വർഷങ്ങളായി ചാനൽ തുടങ്ങി വെച്ചിട്ട്, പിന്നെ 2 വർഷം മുമ്പ് ഏപ്രിൽ 29 ആ സമയത്താണ് കേട്ടോ ഞാൻ ചാനലിനകത്ത് ഒരു ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ വീട്ടിലെ വിശേഷങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഇടയ്ക്ക് മിനി ബ്ലോഗ്സും അങ്ങനെ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ മെയ് മാസം മുതലാണ് നമ്മൾ ലൈവൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ നല്ല ആക്റ്റീവായിട്ട് തന്നെ നമ്മുടെ വാച്ചിങ് അവർക്ക് നോക്കി തന്നെ വീഡിയോ കയറണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ ചെയ്തു തുടങ്ങിയത്. അത് ഷോർട്സൊക്കെ ഞാൻ കുറേ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ടഫ്സ്മാഷ് പോലുള്ള ഷോർട്സുകളായിരുന്നു എടുക്കുന്നത്. പക്ഷേ ഷോർട്സിനകത്ത് നോക്കിയിട്ട് എനിക്ക് 10 മില്യൺ വ്യൂസ് ഒന്നും ആവുന്നില്ലായിരുന്നു ഗേസ്. ഞാൻ കുറേ കഷ്ടപ്പെട്ടൊക്കെ നോക്കി, പക്ഷേ ആയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ അത് പോട്ടെ, നമുക്ക് വാച്ചിങ് അവർ പിടിക്കാം. അങ്ങനെ വാച്ചിങ് അവർ പിടിക്കാം വിചാരിച്ചു 1 വർഷം കൊണ്ട് കുത്തിമറിഞ്ഞ് കഷ്ടപ്പെട്ട് ചെറുതായിട്ട് കൂട്ടി സംഭരിച്ച് നമ്മൾ മോണിറ്റൈസേഷൻ എന്തായാലും ഓക്കെ ആയിട്ടുണ്ട്. എല്ലാവരോടും വീണ്ടും താങ്ക് യു പറയുന്നുണ്ട് കേട്ടോ. മോണിറ്റൈസേഷൻ ഓക്കായി എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളാണെന്നൊന്നും ഇല്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ അരിമണി കൂട്ടി കൊണ്ടുപോകുന്ന ഒരാളെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ ഈ മോണിറ്റൈസേഷൻ ഓക്കെ ആയി എനേബിൾ ആയി എന്ന് പറയുന്നത്. പിന്നെയെന്ന് പറയാനുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ അവർക്കൊന്നും ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, സാധാരണപ്പെട്ടവരായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആൾ വന്നിട്ട് യൂട്യൂബിൽ ലൈവ് ഇടുക, അല്ലെങ്കിൽ വീഡിയോസ് ഇടുക, ഷോർട്സ് ഇടുക, എൻ്റെ മുഖം കാണുക, എൻ്റെ അടുക്കള വിശേഷങ്ങൾ കേൾക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേനും വീട്ടിൽ അമ്മയൊക്കെ ആണെങ്കിൽ എന്തുവാ ചെയ്യുന്നതെന്നൊക്കെ ആദ്യം പറയുന്നുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ അവരോടാണെങ്കിൽ പ്രത്യക്ഷമായിട്ട് എന്നോട് പറയാതെ അവരോട് പറയാറുണ്ടായിരുന്നു. അപ്പം അമ്മ എന്നോട് ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ, കാണിക്കുന്നേ അല്ലെങ്കിൽ ഇവൾ എന്ത് ലൈവിനകത്തിരുന്ന് ചെയ്യുന്നതെന്നൊക്കെ. അപ്പം ഞാൻ അമ്മയോട് പറയട്ടോ, അമ്മയ്ക്ക് ഇങ്ങനെ പറയാം, അത് എൻ്റെ ഇഷ്ടമല്ലേ, അതെൻ്റെ താല്പര്യമല്ലേ, എനിക്ക് ഇല്ലാത്ത അല്ലെങ്കിൽ എൻ്റെ ഏട്ടനോ എൻ്റെ അമ്മയ്ക്കോ അച്ഛനോ ഇല്ലാത്ത എന്താണ് നിങ്ങൾക്ക് കുഴപ്പമെന്ന് ചോദിച്ചുകൂടെ എൻ്റെ അമ്മയെന്നൊക്കെ ഞാൻ അമ്മയോട് ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ വല്ല വൾഗറായിട്ടൊന്നും കാര്യങ്ങൾ ചെയ്യുന്നുമില്ല, പറയുന്നുമില്ല, അതുപോലെ വീഡിയോസിനകത്ത് കാണിക്കുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പറയുമോ അതുകൊണ്ടായിരിക്കുമോ നമ്മുടെ ഒരു വീട്ടിലൊരു കസിനല്ലേ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരാളല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവല്ലേ അതിനകത്ത് കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ വെക്കാം. പക്ഷെ നമ്മുടെ വീഡിയോസിനകത്തൊന്നും അങ്ങനൊന്നും ഒരു കാര്യം ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. നമ്മുടെ സന്തോഷങ്ങൾ മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. എല്ലാവരും ജീവിതത്തിൽ സങ്കടവും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഞാൻ എൻ്റെ വീഡിയോസിനകത്ത് മാക്സിമം സന്തോഷങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ആർക്കും എന്തുണ്ടാവാനാണെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാതെ എനിക്ക് ഭയങ്കര ഹാപ്പിയിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ എന്നെപ്പോലെ ഇങ്ങനെ വീഡിയോസൊക്കെ തുടങ്ങി വെച്ചവരാണെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്, ആരും നിർത്തരുത് കേട്ടോ പാതിക്ക് വെച്ചിട്ട്. ഞാനാണെങ്കിൽ ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ല 2 വർഷമായി, അതിൻ്റെ ഇടയ്ക്ക് 1 വർഷത്തിന് ഇടയ്ക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് വലിയൊരു ഗ്യാപ്പ്. കാരണം എന്താണ് ഇതൊന്നും ചെയ്തിട്ട് സക്സസ് ആവുന്നില്ല, ലൈവ് ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല. അതിന് മുമ്പ് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങുന്ന സമയത്ത് പിന്നെ ഞാൻ 2ാമത് റീസ്റ്റാർട്ട് ചെയ്തതാണ് ആ ലൈവ്. അതാണ് ഈ 1 വർഷത്തെ പീരീഡ് ഞാൻ പറയുന്നത് കേട്ടോ. 2ാമത് എൻ്റെ ചാനൽ ഞാൻ വീണ്ടും പൊടി തട്ടിയെടുത്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ്. ലൈവ് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങി. ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോസൊക്കെ ഇട്ടിരുന്നു. ഞാൻ ഷോർട്സിനകത്തൊന്നും പച്ച പിടിച്ചില്ല എന്നുള്ളത് സത്യമാണെങ്കിലും, പക്ഷെ നമ്മളിങ്ങനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മളെല്ലാം വീണ്ടും തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ എന്നെപ്പോലെ വീഡിയോസൊക്കെ ഇടുന്നവരാണെങ്കിൽ ഡെസ്പ് ആവാതെ വീണ്ടും വീഡിയോസ് ഇടുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ മോണിറ്റൈസേഷനെ അല്ലെങ്കിൽ ഹാഫ് മോണിറ്റൈസേഷനെയൊക്കെ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പക്കയായിട്ട് പറഞ്ഞുതരും.
ഉറപ്പായിട്ടും പറഞ്ഞത് കേട്ടോ. അതിനകത്തൊന്നും ഒരു ഡൗട്ടും വിചാരിക്കേണ്ട. എനിക്ക് ഞാൻ നന്നായാൽ മറ്റേവർ നന്നാവാൻ പാടില്ല അങ്ങനെ മൈൻഡൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും ഒരേപോലെ തന്നെ യൂട്യൂബിൽ നിൽക്കുന്നവരെല്ലാം യൂട്യൂബിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടട്ടെ എന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. ചെറിയ ചെറിയ വീഡിയോസ് ഇടുന്നവരും അല്ല അങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോസ് ഇടുന്നവർക്ക് എല്ലാവർക്കും പ്രതിഫലം ഉറപ്പായിട്ടും കിട്ടണം. അപ്പോൾ എല്ലാവരും പരിശ്രമിക്കും കേട്ടോ. പിന്നെ പറയാനാണെങ്കിൽ എനിക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനുണ്ടാകുന്നുള്ളൂ കേട്ടോ. അത് എൻ്റെ ഹസ്ബൻഡാണ്. ഏട്ടൻ മാത്രമാണ് കേട്ടോ എന്നെ ഇതിനകത്ത് പൂർവാധികം എന്നെക്കാളും ഭയങ്കരമായിട്ട് ഇടുന്ന വീഡിയോ ഇട് അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുക്കുക, ഷോർട്സൊക്കെ എടുക്കുക, അങ്ങനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വീണ്ടും അവരുടെ വ്യൂസ് ഇങ്ങനെ കുറയുന്നതിനനുസരിച്ച് ഏട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും എന്നെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചത് ഏട്ടനാണ്. അപ്പം വേറെ ആരും ഇതുവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു മിക്കവാറുള്ള അടുത്തൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആവും. യൂട്യൂബറെന്നൊന്നും പറയാനായിട്ടില്ല, എന്നാലും യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരൊക്കെ ആണെങ്കിൽ ഒരാളെങ്ങനെ സപ്പോർട്ട് ഇല്ലാതെ ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു സപ്പോർട്ട്, എൻ്റെ ഒരു ബാക്ക് ബോൺ എൻ്റെ ഏട്ടനായിരുന്നു. പിന്നെ പിള്ളേർ സഹകരിച്ചു. ഇവർ മൂന്ന് പേരും ഉള്ളതുകൊണ്ടാണ് കേട്ടോ എനിക്കിങ്ങനെ വീഡിയോ ഇടാനും അതുപോലെ ലൈവൊക്കെ ഇടാനും ഒക്കെ സാധിച്ചത്. അപ്പം അവരോട് ഞാൻ താങ്ക് യു പറയേണ്ട ഒരു ആവശ്യമില്ല. അവരെൻ്റെ പാർട്ടാണ്. എൻ്റെ ഞാൻ തന്നെയല്ലേ എനിക്ക് അവരോടൊക്കെ തന്നെ വാചകമായിട്ടോ അല്ലെങ്കിൽ നന്ദിയായിട്ടൊന്നും പറയാനില്ല. അവരെന്നാണ് എല്ലാം സഹായിച്ചതും എല്ലാം. എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ സഹകരിച്ചതും പിള്ളേരൊക്കെ ആണെങ്കിൽ കുറച്ചധികം സഹകരിച്ചിട്ടുണ്ട് കേട്ടോ ഈ കാര്യത്തിലൊക്കെ. യൂട്യൂബിലൊന്നും ആവില്ല എന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ വാച്ചിങ് അവർ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിരുന്ന എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയെങ്കിൽ എന്നെപ്പോലുള്ള വീഡിയോസ് ഇടുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തായാലും വാച്ചിങ് അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ 10 മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. മോണിറ്റൈസേഷൻ ഉറപ്പായിട്ടാവും. ഞാൻ മോണിറ്റൈസേഷനായിട്ട് ക്യാഷ് കിട്ടിയിട്ടല്ല, ഞാൻ പറഞ്ഞില്ല ഇന്നാണ് എനിക്ക് മോണിറ്റൈസേഷൻ ആവുന്നത്. ഇന്ന് മുതലാണ് എൻ്റെ വീഡിയോസിനൊക്കെ ഡോളറൊക്കെ കയറി തുടങ്ങുക. അപ്പം അതിൻ്റെ അവസ്ഥകളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ പറയാം, മോണിറ്റൈസേഷൻ ആവുമോ എന്ന് കാത്തിരിക്കേണ്ട. ഇനി മോണിറ്റൈസേഷൻ ആയിരിക്കുന്നു ഗൈസ്. അപ്പോൾ എല്ലാവരോടും എന്നെ നന്ദിയുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോസിലും ഷോർട്സിലും മിനി ബ്ലോഗ്സിലൊക്കെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. പിന്നെ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ടാറ്റ.